അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ മക്കളുടെ ഡോക്യുമെന്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യും. അവരുടെ കൈകളിൽ അതില്ല എങ്കിലും ഡോക്യുമെന്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ചില ഹോൾ ടിക്കറ്റ് ആകാം, ചിലപ്പോൾ വീടിൻ്റെ പ്രമാണമാകാം, ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം, വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം. വസ്തു വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. വൃക്ഷങ്ങൾ വിൽക്കുന്നവരുണ്ട്, മൃഗങ്ങളെ വാങ്ങുന്നവരുണ്ട്. ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കമ്പോളങ്ങളെ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ സബ്ജക്റ്റ് നമ്മൾ കണ്ടിട്ടാണ് ഇന്ന് പറയണത്, നാളെ പറയണത്. അതായത് എൻ്റെ സബ്ജക്റ്റിൻ്റെ പൊതുപ്പേരെന്ന് പറയണത് വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ. ഒന്നാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് ഇന്ന് പറയാം, രണ്ടാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് നാളെ പറയാം. ഇന്ന് പറയണത് വിശ്വാസത്തിന് 2 ഔട്ട്ലെറ്റുകളുണ്ട്. ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പോൾ വേസ്റ്റ് വാട്ടർ ഇല്ലേ, ഭയങ്കര പ്രശ്നമില്ലേ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയണത്. കുറേ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ ഉണ്ടാകും, പിന്നെ വേസ്റ്റായിട്ടുള്ള കുറേ വേസ്റ്റ് ഉണ്ടാകുമല്ലോ. വേസ്റ്റ് ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എന്തുമാത്രം വേസ്റ്റ് കുറക്കാൻ പറ്റും അത്രയും നല്ലത്. പക്ഷേ എന്നാലും വേസ്റ്റ് ഉണ്ടാകും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വേസ്റ്റിന് ഒരു ചാനൽ വേണം. വേസ്റ്റ് വാട്ടറിൻ്റെ ഇപ്പം മാത്രമല്ല പണ്ട് മുതലേ ഹാരപ്പ, മൊഹൻജദാരോ ഒക്കെയുള്ള
ആദ്യകാല നാഗരികതയിൽ പോലും വേസ്റ്റ് വാട്ടറിന് പ്രത്യേക സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ജീവിതത്തിലുണ്ട്, കുറേ ആത്മീയ ജീവിതത്തിലുണ്ട് വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റുകൾ. ആത്മീയ ജീവിതത്തിലുണ്ട്. ആത്മീയജീവിതത്തിൻ്റെ വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കാര്യങ്ങൾ ദൈവത്തിന് വേസ്റ്റായിട്ട് വരും. അത് നമ്മൾ ഒഴുക്കിക്കളയണം, അല്ലെങ്കിൽ അത് കണ്ടാമിനേഷൻ ഉണ്ടാക്കും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? നമുക്ക് വേസ്റ്റ് അല്ലേ, നമുക്ക് വലിയ കാര്യമായിരിക്കും, ദൈവത്തിനകത്ത് വേസ്റ്റ് ആയിരിക്കും. അപ്പം ദൈവത്തിന് വേസ്റ്റായിട്ടുള്ള സംഭവങ്ങളെ കളയുന്നതിനാണ് വേസ്റ്റ് വാട്ടറിങ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒന്നാണ് അനുതാപം എന്ന് പറഞ്ഞ സംഭവം. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഔട്ട്ലെറ്റാണ് ശരിക്കും പറഞ്ഞത്. അനുദപിച്ചില്ലെങ്കിൽ ഈ വേസ്റ്റ് വാട്ടർ എല്ലാം, അതായത് നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ ആ അറിഞ്ഞുണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട്, അറിയാതെ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട്. പൊല്യൂഷൻ, അതാണ് വിഷയം. പൊല്യൂഷൻ ഒരു അതിന് ഔട്ട്ലെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഭയങ്കരമായിട്ടുള്ള സ്ഫോടനത്തിന് ഇരയാകും. രോഗാണുക്കളൊക്കെ പെരുകി വേസ്റ്റ് വാട്ടറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രോഗാണുക്കളൊക്കെ പെരുകി നാശകൊടലിയാവും. അതുകൊണ്ടാണ് അതിന് വെച്ചിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന ഒരു വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സംവിധാനമാണ് അനുതാപം. അതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഈശോ പറയും, എന്താണ്? അനുതപിക്കുക. ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു വാക്കാണ് അനുതാപം. അതിൻ്റെ പലതരത്തിലുള്ള അനുതാപങ്ങളാണ്. ഓരോരോ ജീവിത രീതി അനുസരിച്ചുള്ള ഓരോരോ ജീവിത രീതിക്ക് അതിൻ്റെതായിട്ടുള്ള അനുതാപ മേഖലകളും അനുതാപ മുറകളും ഉണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായാലും ശരി, അത് തിരിച്ച് ഒഴുകാൻ അനുവദിക്കരുത്. അതാണ് നമ്മൾ മനസ്താപത്തിൽ പറയണത്. മേലിൽ പാപം ചെയ്യുകയെന്നൊക്കെ പറയത്തില്ലേ, തിരിച്ച് വേസ്റ്റ് വാട്ടർ ഒഴുക്കിവിട്ട സാധനം തിരിച്ച് വരണില്ലേ. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ദൈവിക ജീവിതം ഉണ്ടല്ലോ, അത്രയ്ക്ക് പാടുള്ളതല്ല. ശരിക്കും ദൈവത്തെ കാണണമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തെ കാണാൻ മനുഷ്യന് ഉള്ളൊരു റൈറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ റൈറ്റുണ്ട്. അതിൽ വിശ്വാസിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് വേണ്ടി ഫുൾ ടൈമേഴ്സായിട്ട് ജീവിക്കുന്നവർ, അവർക്കൊക്കെ റൈറ്റുണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കാണാൻ. അല്ലാത്തവർക്ക് അവരുടെ രീതി റൈറ്റുണ്ട്. ദൈവം ആ നീതി നിറവേറ്റണത് ദൈവം ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടല്ല, അതിനാണ് ഈ അമ്മയെ പ്രത്യക്ഷപ്പെടുന്നത്. അമ്മ വ്യക്തിപരമായിട്ട് പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്, അമ്മ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ അമ്മയ്ക്കത് ആ ദൈവ അനുവാദം, ഇതാ നിൻ്റെ അമ്മയെന്ന് ഈശോ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും അമ്മ എന്ന രീതിയിൽ അമ്മയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സാധ്യതയുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ മരിയ എക്സ്പീരിയൻസൊക്കെ ഒത്തിരി കൂടുന്നതിൻ്റെ കാരണങ്ങൾ അതാണ് വരുന്നത്. അത് ഒരു അനുഭവം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. ഞാൻ 2 പ്രാവശ്യം അമ്മയെ നേരിട്ട് കണ്ട ആളാണ്. പക്ഷെ അത് മറ്റുള്ളവർ പറയുമ്പോൾ അവരൊന്ന് ചിരിക്കണ കാണാം. ഞാൻ അച്ഛന്മാരൊക്കെ തോന്നുന്നു, അച്ഛന്മാരോട് എനിക്കത് തോന്നിയതായിരിക്കും. നിന്നെ ആദ്യമൊക്കെ കാലമൊക്കെ പറയണത് നിനക്കെന്താ കുഴപ്പമുള്ളതൊക്കെയാണ് അവർ പറയണത്. ചിലര് തമാശാല പറയണതേ. കാര്യം അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നവരെ അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുകയോ അവർ വേറെ എന്തെങ്കിലും താത്വിക സൈക്കോളജിക്കൽ റീസൺ കണ്ടെത്തുകയൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര പാടുള്ള കാര്യമല്ല. ദൈവം ഒരു മനുഷ്യന് കമ്മ്യൂണിക്കബിൾ ആകുന്നത് അത്ര പാടുള്ള കാര്യമല്ല. ശരിക്കും ദൈവവചനം നമ്മൾ ദൈവസ്നേഹത്തോടെ അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അടയാളങ്ങൾ വരും. അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വിദൂരസ്ഥനല്ല, സമീപസ്ഥനാണ്. അത് വാഗ്ദാനമാണ്. അതാണ് ഈ അടയാളങ്ങൾ ആൾക്കാർക്ക് ലഭിക്കാൻ കാരണം. അതാണ്. അപ്പം എന്നിട്ട് ഈശോ പറയും, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കനം ഇല്ലാത്തവരെന്ന് എൻ്റെ അർത്ഥം. പിന്നെ ആത്മാർത്ഥതയും നിഷ്കളങ്കമായ ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിഷ്കളങ്കതയാണ്. വേറെ ദൈവത്തോട് സ്നേഹം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാരില്ല. അവർക്ക് ദൈവം. പിന്നെ ഹൃദയം നുറുങ്ങിയവർ, ദൈവത്തെ ഓർത്തിട്ട് നുറുങ്ങുന്ന ആൾക്കാർ, ദൈവം സമീപസ്ഥനാണ്. അപ്പം അത് ഒത്തിരി പേരുടെ അനുഭവങ്ങളിൽ നിന്നാണ് സങ്കീർത്തനമൊക്കെ വരണത്. അപ്പം നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനുതാപം. എപ്പോഴും നമ്മൾ ഓർത്ത് അനുതാപം ഇപ്പോൾ പാപം കുറിച്ച് അനുതപിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്.
കാര്യം കുറേ ജീവിച്ച് വരുമ്പോൾ കള്ളത്തരവും നുണ പറച്ചിലും അറിയാതെ പറയും, അറിഞ്ഞു പറയും. അപ്പം വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഇതുപോലെ സംഭവങ്ങൾ കുന്നുകൂടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുർബാനയുടെ ഇടയ്ക്ക് എല്ലാ കുർബാനയ്ക്കും എൻ്റെ പിഴ എന്ന് പറയണ. ഒരു ദിവസം ഞാൻ ഒരു സഹോദരനോട് പറഞ്ഞേ, നമ്മൾ എൻ്റെ പിഴ നെഞ്ചത്തിലിരിക്കുന്ന പകരം ഈ പിഴ ഉണ്ടാകാതിരുന്നാൽ പോരെ. അതല്ലേ ആത്മാർത്ഥം. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ നെഞ്ചത്തിലിരിക്കുന്നത് എല്ലാ ദിവസവും സ്ഥിരം പരിപാടിയായിട്ട് ചെയ്യണേക്കാൾ ഈ വലിയ പിഴ എങ്ങനെ ഉണ്ടാകണത്? നമ്മൾ പിഴയില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് വലിയ പിഴ ഉണ്ടാകണത്? അവിടുത്തെ എന്തൊക്കെ ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമായ ഒരു മേഖലയാണത്. വലിയ പിഴ ഉണ്ടാകേണ്ട കാര്യമില്ല, ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യന്. അപ്പം അതൊരു അനുതാപം, ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. കുറേ നാൾ ജീവിക്കുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഈ ജങ്കില്ലേ, നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോഴും ജങ്ക് നമ്മൾ സാധനം ഉണ്ടല്ലേ, അത് നമ്മളെടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നില്ലേ. അപ്പം അതുപോലെ ജങ്ക് ഫയൽസ് ഉണ്ടാകുന്നത് അത് മാനേജ് ചെയ്യുന്ന ഒരു വിഷയമാണ് അനുതാപം. അനുതാപം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മാർത്ഥമാണെന്ന് ദൈവം നോക്കത്തുള്ളൂ. അനുതാപത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദൈവം ഒന്ന് നോക്കുന്നത് അത് ആത്മാർത്ഥമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളിനി അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളില്ലെങ്കിൽ അനുതാപത്തിൻ്റെ വേസ്റ്റ് വാട്ടർ തിരിച്ചൊഴുകാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് കർത്താവ് ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടെങ്കിൽ ദൈവവേദന ഒന്ന് ചിന്തിച്ച്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ജീവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ആ സാധ്യതയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇനി ഉൾപ്പെട്ട് പോയാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള നമ്മൾ ദൈവത്തോട് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം വീക്കാണെന്നൊരു കാര്യമില്ല. എല്ലാം വീക്കെന്ന് പറയണത് നമ്മൾ ആ വീക്ക്നെസ് പറഞ്ഞ് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതൊന്നും ആത്മാർത്ഥമായിട്ടുള്ള വിഷയമല്ല. നമ്മൾ അത് ബോധപൂർവ്വം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കുന്നില്ല. പാപം നൽകുന്ന ഒരു ഔദാര്യം കൈപ്പറ്റിക്കൊണ്ട് പാപത്തിൻ്റെ അടിമയായിട്ട് അടുത്തുകൊണ്ട് കൈപ്പറ്റി ജീവിക്കുക എന്നുള്ള മിനിമം പ്രോഗ്രാമും അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ദൈവത്തെ ഒരു ഉപാധിയെ കാണിക്കുന്ന ആത്മീയ പാപ്പരത്വത്തിനെ ഒന്നും അനുതാപമായിട്ട് കണക്ഷൻ വരത്തില്ല. അതൊന്നും ശ്രദ്ധിക്കണം. നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കും ദൈവത്തെ, ബാക്കി എല്ലാം ദൈവം ക്രമീകരിക്കും. അനുതാപമാണ് ഒന്നാമത്തെ ഔട്ട്ലെറ്റ്. എൻ്റെ പേര് എബി സിംസൺ എന്നാണ്. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ MBBS പൂർത്തിയാക്കിയത് 2019 അടുത്ത 2 വർഷം ഞാൻ ഈ PG പ്രിപ്പറേഷനിലായിരുന്നു. ആ സമയത്താണ് അമ്മ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് അതിനുശേഷം അതിൻ്റെ ആരാധനകളിലും മറ്റ് ജപമാല പ്രാർത്ഥനകളിലും എല്ലാം നിരന്തരമായി പങ്കെടുക്കുമായിരുന്നു. എൻ്റെ എക്സാം നടന്നത് സെപ്റ്റംബർ 2021. എക്സാം വളരെ ഈസി ആയിരുന്നെങ്കിലും ഞാൻ ഒത്തിരി കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാക്കി. അങ്ങനെ എൻ്റെ റാങ്ക് ഒത്തിരി താഴെ പോയായിരുന്നു. ഞാൻ കൗൺസിലിങ്ങിന് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ 7 സ്ഥലത്താണ് ഞാൻ കൗൺസിലിങ്ങിന് കൊടുത്തത്. ഞാൻ ഓൾ ഇന്ത്യ കൊടുത്തായിരുന്നു, കേരള കൊടുത്തായിരുന്നു, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഇങ്ങനെ 6-7 സ്ഥലങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ കൗൺസിലിങ്ങിൽ എനിക്ക് ഒരിടത്തും കിട്ടിയില്ല. ആ സമയത്തായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ഈ വെല്ലൂരിലെ അഡ്മിഷൻ പ്രൊസീജിയറിന് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പൊതുവേ വെല്ലൂരിലുള്ള രീതി എങ്ങനെയെന്ന് വെച്ചാൽ ഈ 2 വർഷം ഏതെങ്കിലും ഒരു മൈനോറിറ്റി കോളേജിൽ സർവീസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ സർവീസൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ഗവൺമെൻറ് റൂള് മാറ്റി ഏതൊരു മൈനോറിറ്റി ക്രിസ്ത്യനും അപ്ലൈ ചെയ്യാം എന്ന രീതിയിലാക്കി. ആ സുഹൃത്ത് എന്നോട് സംസാരിച്ചിട്ട് തന്നെ ഏകദേശം ഒരു 6 മാസത്തോളം ആവുകയായിരുന്നു. അതും അവൻ എന്നോട് പറഞ്ഞത് ഒരു സാറ്റർഡേ ആയിരുന്നു, മൺഡേ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഞങ്ങൾക്ക് അതിനുവേണ്ടി ഒരു മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് തഹസീൽദാറിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കണമായിരുന്നു. പിന്നെ അതിൻ്റെ ഹാർഡ് കോപ്പി അയക്കണമായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നെ മൺഡേ 5 മണിയായിരുന്നു ലാസ്റ്റ് 5 മണിയായിരുന്നു ഏറ്റവും അവസാനത്തെ സമയം. 4:45 ആ സർട്ടിഫിക്കറ്റ് എനിക്ക് അയക്കാൻ പറ്റിയത്. ഹാർഡ് കോപ്പി അയച്ചത് ലേറ്റായിട്ടായിരുന്നു. അങ്ങനെ ലിസ്റ്റിലുണ്ടാകുമെന്ന് തന്നെ ഞാൻ
ആ സമയത്തായിരുന്നു ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് പ്രൈവറ്റ് കോളേജിൽ വിചാരിക്കുന്ന ഒരു സീറ്റ് കിട്ടിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈവറ്റ് കോളേജിൽ അത്ര ക്വാളിറ്റി കുറഞ്ഞൊരു കോളേജിൽ പഠിക്കുന്നതിനോട് എനിക്കോ അമ്മയ്ക്കോ വീട്ടിലുള്ള ആർക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ബന്ധുക്കളൊക്കെ പലരും പറയുമായിരുന്നു കിട്ടിയ സീറ്റ് കളയണ്ട, അതിന് പോയി ജോയിൻ എന്ന് പലരും പറയുമായിരുന്നു. ആ സമയത്തായിരുന്നു ആരാധനയിലൊരു മെസ്സേജ് തരണം എന്ന്, ഈ ചൊവ്വാഴ്ച ആരാധനയിലൊരു മെസ്സേജ് ലഭിക്കണം എന്ന് അമ്മ പ്രാർത്ഥിച്ച ആ ആരാധന കൂടിയപ്പോൾ ജോസഫ് അച്ഛൻ്റെ മെസ്സേജിൽ അന്ന് ആ മെസ്സേജ് പറഞ്ഞത് ഫെബ്രുവരി 22 ആ മെസ്സേജ് അവസാനിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ധൃതി കാണിക്കരുത്, പിറുപിറുക്കരുത്, വെയിറ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ദ ലോർഡ് ഈസ്. അതായിരുന്നു ആ മെസ്സേജിൽ പറഞ്ഞത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം, ദൈവം വലിയത് പ്രവർത്തിക്കും എന്ന് അമ്മ എന്നോട് പറഞ്ഞു. എന്നാലും എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ കൊണ്ട് ഞാൻ അന്ന് അവസാനത്തെ ദിവസം ഞാനും എൻ്റെ പപ്പയുമായിട്ട് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയിരുന്നു. ആ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയി. ആ സമയത്തും അമ്മ എനിക്കൊരു കാശ് രൂപം തന്ന് അമ്മ നിരന്തരമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ കോളേജിൽ പോയി ആ കോളേജ് കണ്ട സമയത്തൊക്കെയും ദൈവം എന്നോട് സംസാരിച്ചായിരുന്നു, ഇതിലെടുക്കണ്ട, വെയിറ്റ് ചെയ്യാനാണ് ദൈവം അപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തില്ല. അന്ന് വൈകിട്ട് തന്നെയായിരുന്നു വെല്ലൂരിലെ റിസൾട്ട് വന്നത്. വെല്ലൂരിലെ റിസൾട്ട് വന്നെങ്കിലും എനിക്ക് കിട്ടിയ സബ്ജക്റ്റ് അനസ്തീഷ്യ ആയിരുന്നു. അനസ്തീഷ്യ എനിക്ക് അത്രയും താല്പര്യമുള്ളൊരു സബ്ജക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ഇത് എടുക്കണമോ, ഇനി അടുത്ത് വീണ്ടുമുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അലോട്ട്മെൻറ്റിൽ നോക്കണോ എന്നുള്ളൊരു സംശയത്തിലിരിക്കുമ്പോഴായിരുന്നു എന്നെ പഠിപ്പിച്ച ഒരു ഡോക്ടർ എന്നെ എൻ്റെ വീട്ടിൽ വന്നത്. വെല്ലൂർ പോലത്തെ ഒരു നല്ല കോളേജിൽ കിട്ടുമ്പോൾ ആ സീറ്റ് എടുക്കാണ്ടിരിക്കരുത് എന്ന് എന്നോട് എന്നെ ഉപദേശിച്ചു. അങ്ങനെ ആ സാർ അത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ അന്ന് മനസ്സോടെയാണ് വെല്ലൂരിൽ പോയത്. ആ സീറ്റ്, ആ അനസ്തീഷ്യേൻ്റെ ജീവിതകാലം മൊത്തവും ഒരു അനസ്തറ്റിസ്റ്റ് ആവേണ്ടി വരും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുത്തു. കാരണം ഈ വെല്ലൂരിൻ്റെ ഈ ചരിത്രത്തിൽ തന്നെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് വലിയൊരു വ്യത്യാസം ഉണ്ടാവത്തില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതൊക്കെ സീറ്റ് ആർക്കൊക്കെ കിട്ടിയോ അതായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ വെല്ലൂരിൽ ഇതുപോലൊരു റൂൾ മാറ്റം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി അനസ്തീഷ്യയ്ക്ക് അഡ്മിഷൻ എടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ എനിക്ക് എമർജൻസി മെഡിസിൻ കിട്ടിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ച സബ്ജക്റ്റും അതായിരുന്നു. പക്ഷേ ഒരിക്കൽ അത് അന്ന് ഇതുപോലൊരു റൂൾ മാറ്റം ഉണ്ടായതുകൊണ്ട് പലരും ഈ അഡ്മിഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന പലരും വന്ന് ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ പല റാങ്ക് മുകളിലോട്ട് കയറി എനിക്ക് എമർജൻസി മെഡിസിൻ കിട്ടിയതായിരുന്നു. അങ്ങനെ ഒരിക്കലും ഇതുവരെ വെല്ലൂരിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആർക്കൊക്കെ ആദ്യത്തെ കൗൺസിലിങ്ങിൽ എത്രയൊക്കെ റാങ്ക് കിട്ടിയിട്ടുണ്ടോ, ഏതൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടോ അതായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും റീറ്റെയിൻ ചെയ്യുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും ദൈവം എനിക്ക് എമർജൻസി മെഡിസിൻ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ലീന ചന്ദ്ര. ഞങ്ങൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ കന്നുമാമൂട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു സമുദായത്തിൽ നിന്ന് CSI ക്രിസ്ത്യൻ ആയതാണ്. 2013 ഒരു ആരാധനയിലൂടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. അതിലൂടെ ദൈവം എനിക്ക് ധാരാളം അനുഗ്രഹങ്ങളും ദൈവിക അനുഭവങ്ങളും തന്നുകൊണ്ടിരുന്നു. പിന്നീട് എൻ്റെ കുടുംബത്തിലെ ചിലർക്കുണ്ടായ ചില പ്രയാസങ്ങളാണ് ദൈവത്തെ ശരണപ്പെടുവാൻ എനിക്ക് കാരണമായി തീർന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൃപാസനത്തിലെ ഒരു പത്രം എനിക്ക് ലഭിക്കുന്നത്. പത്രം കിട്ടിയപ്പോൾ ഞാൻ യൂട്യൂബിൽ അതിൻ്റെ ആരാധനകളെല്ലാം പങ്കെടുത്തു. പിന്നെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ എണീക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ കൃപാസനത്തിലെ ആരാധനയുടെ ഒരു ആ പാട്ടും ഒക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു നിരന്തരം എനിക്ക്, അതാണ് എന്നെ രാവിലെ 4 മണിക്ക് വിളിച്ചുണർത്തുന്നത്. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എൻ്റെ അമ്മ 24 വർഷത്തിന് മുമ്പ് മരിച്ചു പോയിരുന്നു. അമ്മയിൽ നിന്ന് എനിക്ക് അമ്മ നിത്യതയിലുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് അത് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനെ ഓർക്കുമ്പോഴെല്ലാം അമ്മ അടുത്ത് നിന്ന് പറയുന്നത് പോലെ തോന്നും, ധൈര്യമായിട്ട് വന്നോ എന്ന്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത്. ഇവിടെ വന്ന് ഈ ആരാധനകൾ പങ്കെടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ലോക്ക്ഡൗൺ ആയതും
പിന്നെ ഓൺലൈൻ ആരാധനകളായിരുന്നല്ലോ കൃപാസനത്തിൻ്റെ ഒരു ആരാധനയുടെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. അപ്പോൾ അതെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ചതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാതാവിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയായിരുന്നു അതെല്ലാം എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ബോധ്യമായത്. എൻ്റെ ആ നിത്യത മുമ്പ് ഒരു മായ പോലെയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അത് ശരിക്കും യാഥാർത്ഥ്യമാണെന്ന്, അത് എൻ്റെ സ്വന്തം അമ്മയുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് എനിക്കത് ലഭിച്ചത്. പിന്നെ എനിക്ക് എന്നാലും മാതാവിനോട് പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് എനിക്ക് കഴിഞ്ഞില്ല. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ധാരാളം ദൈവിക അനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായിട്ടും സുഗന്ധാഭിഷേകം എനിക്ക് പലതവണ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഈ മോനും കിട്ടിയിട്ടുണ്ട്. എപ്പോഴൊക്കെ ഞാൻ അവന് ഉടമ്പടി തൈലം എടുത്ത് ക്രൂശ് വരയ്ക്കും അപ്പോഴെല്ലാം അവന് സുഗന്ധം അവന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നുള്ളത്, ഞാൻ ഈ തൃത്വസ്തുതി പറയുന്ന ഒരു ശീലം എനിക്കുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഭവം കിട്ടാതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദിവസം ഞാൻ അമ്മയുടെ മധ്യസ്ഥത യാചിച്ചു. അപ്പോഴെനിക്ക് എൻ്റെ മുറിയിൽ ആ വലിയൊരു പ്രകാശവും സ്വർഗം എൻ്റെ മുറിയിൽ അങ്ങ് ഇറങ്ങി വന്നതുപോലത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. സകല വിശുദ്ധന്മാരും തൃത്വം എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നതുപോലത്തെ ഒരു അനുഭവം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്നെ ഒരു ഇവിടെ യൂട്യൂബിൽ ഞാൻ ഇതൊക്കെ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. അത് ആക്സിഡൻറ്റ് പറ്റുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കൃപാസനത്തിലെ ആരാധന യൂട്യൂബിൽ ഓൺ ചെയ്ത് കാണുകയായിരുന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. അതൊരു 3 കാറ് ഒരുമിച്ച് ഇങ്ങനെ പിറകേന്ന് ഇങ്ങനെ ഇടിക്കുകയായിരുന്നു. പക്ഷേ ആർക്കും ഒരാപത്തോ ഒന്നും വരാതെ എന്നെ രക്ഷിച്ചു. പിന്നെ ഉള്ളത് എൻ്റെ പ്രാർത്ഥനയിലൂടെ ഉണ്ടായ കുറച്ച് മറ്റുള്ളവർക്ക് ലഭിച്ച ഒരു ദൈവിക അനുഭവങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും ഒരു അച്ഛന് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. അത് എൻ്റെ ഉടമ്പടിയുടെ ഒരു നിയോഗം പോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും തീവ്രമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത്. പ്രാർത്ഥിച്ചിരുന്നു. അച്ഛനൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുട്ടി കൊറോണയുടെ സമയത്താണ് ICUയിൽ അഡ്മിറ്റായി. എന്നോട് വിളിച്ച് പറഞ്ഞു. ഞാനന്ന് നോമ്പ് കാലത്ത് ആ ഫാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ആരാധന കൂടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥ യാചിച്ചു, അമ്മ തന്നെ ICUയിൽ പോയി ആ കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ആ കുഞ്ഞിനെ വീട്ടിൽ വിടുകയായിരുന്നു. വീട് ആകെ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലായിരുന്നു എന്ന് അവൾ പറഞ്ഞു. അന്ന് രാത്രി അവളുടെ അച്ഛൻ വളരെ വൈകി പ്രാർത്ഥിച്ചിട്ട് കിടന്നപ്പോൾ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഒരു സുന്ദരിയായ ഒരു സിസ്റ്റർ എന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നു, പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു, ഇല്ല, ഇവിടെ എല്ലാവർക്കും കൊറോണയാണ്, ആരും അകത്ത് വരരുതെന്ന്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉടനെ തന്നെ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് അകത്ത് കയറി ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരികെ പോയി. അടുത്ത ദിവസം മുതൽ ആ ഭവനത്തിൽ വളരെ സമാധാനം ഉണ്ടായി എന്നും കുഞ്ഞിന് കൊറോണ നെഗറ്റീവ് ആയെന്നും ആ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സുഹൃത്ത് പലതരത്തിലുള്ള ആൽക്കഹോളിക്കാണ്, നട്ടലിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഫിറ്റ്സ് വരും, അങ്ങനെ പലതരത്തിലുള്ള രോഗാവസ്ഥയിലുള്ള ഒരു സുഹൃത്താണ്. ഞാൻ ഈ ആരാധനകൾ ഷെയർ ചെയ്യും, വചനം അയച്ചു കൊടുക്കും. അങ്ങനെ എനിക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം ഞാൻ അയച്ചു കൊടുക്കുന്നതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ആൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെയാണ് സഹോദരൻ ഒരു വീഡിയോ ഇട്ടത്, വളരെ സീരിയസ് ആയിട്ട് മരണാവസ്ഥയിൽ കിടക്കുകയാണ്, ബ്ലഡ് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി. എനിക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു. 1.5 മാസത്തോളം ആളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അന്ന് ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ആ വ്യക്തി മരിച്ചിട്ടുണ്ടോ, കാരണം ഞാൻ വചനങ്ങൾ അയച്ചു കൊടുത്തതാണ് കർത്താവിനെക്കുറിച്ച്. അതൊരു ഹൈന്ദവ സഹോദരനാണ്, കർത്താവിനെക്കുറിച്ച് അറിഞ്ഞതാണ്, കർത്താവിൻ്റെ ഒരു സാക്ഷിയാകാതെ ജീവൻ എടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം തന്നെ എനിക്ക് ആ സഹോദരൻ എന്നെ വിളിക്കുകയും വളരെ സീരിയസ് ആയിരുന്നു, മരിക്കുമെന്ന് തന്നെ എല്ലാവരും കരുതി എന്ന് പറയുകയും ചെയ്തു. അത് ഞാൻ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ എനിക്ക് ലഭിച്ച ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് എൻ്റെ നിയോഗങ്ങൾ ചിലതൊക്കെ സാധിച്ചു കിട്ടിയത്. അതിലൊന്നാണ് എൻ്റെ മകൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടി വളരെ കാലം കൊണ്ട് വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാലും ഒരു 10 വർഷം കൊണ്ട് ഞങ്ങൾ ശരിക്കും അത് വിൽക്കണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ മക്കൾക്ക് അത് വിൽക്കാൻ താല്പര്യമില്ലായിരുന്നു.
അപ്പോൾ റോഡിൽ നിന്ന് 2-3 സഹോദരന്മാരുടെ വീട് കഴിഞ്ഞിട്ട് താഴോട്ട് നീളത്തിലാണ് ആ പ്രോപ്പർട്ടി കിടക്കുന്നത്. അതിന് നടക്കുന്ന വഴിയേ ഉള്ളൂ. ഒരു പ്രോപ്പർട്ടിയുടെ ഒരു വശം നല്ല ആഴമാണ്. അത് അതിൻ്റെ മതിൽ കെട്ടിയെടുക്കണം. അതൊക്കെ ഒരു വലിയൊരു പ്രയാസമായിട്ട് തോന്നിയിരുന്നു. മുമ്പേ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് സ്തുതി പറഞ്ഞുകൊണ്ട് ഈ റോഡിൽ നിന്ന് ആ ഭൂമിയുടെ അറ്റം വരെ ഞാനിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കും. എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതെന്ന് തന്നെ ഞാൻ കരുതിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ബോധ്യം വന്നത് അമ്മയുടെ പിതാവാണ്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്, യേശുവിൻ്റെ അമ്മയാണ്. അമ്മയില്ലാതെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയെ കൂടെ ഞാൻ ആ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തി അമ്മയെ കൂടെ ക്ഷണിച്ചു. ആ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റി എന്ന് മാത്രമല്ല, ആ റോഡിൽ നിന്ന് അങ്ങറ്റം വരെ ഇൻ്റർലോക്കിട്ട കാറും ലോറിയൊക്കെ പോകുന്ന ഒരു ഇൻ്റർലോക്കിട്ട ഒരു റോഡാണ് ഇപ്പോൾ ഉള്ളത്. ആ മതിലെല്ലാം കെട്ടി ആ വസ്തു ഭംഗിയാക്കി. പക്ഷേ ഞങ്ങളൊരു ഇടനിലക്കാരനാണ് അത് കൊടുത്തത്. അവർ പ്ലോട്ടായിട്ട് തിരിച്ച് വിറ്റിട്ട് ഞങ്ങൾക്ക് തരും. ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയാണ് അന്ന് കിട്ടിയത്. വളരെ ഒരു മാർജിനിലാണ് അവരത് വിൽക്കുന്നത്. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവർ ചോദിച്ചതുപോലെ ഞങ്ങൾ 3 തവണ അവരുടെ കരാർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അവർക്ക് ഒരു നഷ്ടവും വരരുതേന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് ഹിതമാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 10 സെൻറ്റെങ്കിലും തിരിച്ചു കിട്ടണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ദൈവം ഞങ്ങൾക്ക് ചോദിച്ചതിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് 2 പ്ലോട്ടായിട്ട് 2 സെൻറ്റ് അതിൻ്റെ ഇരട്ടി സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അതും ഞാൻ ഒരു ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് ഞാൻ കാണുന്നു. ഇനിയും ധാരാളം അതുപോലെ തന്നെ പലരും അറിയില്ല. പലർക്ക് വേണ്ടിയും ദൈവം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ചിലർക്ക് വിളിച്ച് വചനം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോഴെല്ലാം അത് ദൈവം തന്നൊരു കൃപയായിട്ട് ഞാൻ കാണുന്നു. അപ്പോഴെല്ലാം പിന്നെ മനസ്സിലാകുന്നുണ്ട് അവർ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെന്ന് പിന്നെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ ലഭിച്ചത് ഞങ്ങൾക്ക് വീട്ടിൽ എല്ലാവരും വിശുദ്ധിയിലായി എന്നതാണ്. സഹനങ്ങളെ ദൈവനാമത്തെ സ്വീകരിക്കാനുള്ള ഒരു കൃപ, ഒരു ബോധ്യം കിട്ടി. ഒന്നും പൂർണ്ണമായില്ല എങ്കിലും ഒരുപാട് ബോധ്യങ്ങൾ കിട്ടി ഇവിടെ ഉടമ്പടി എടുത്തതിലൂടെ. അങ്ങനെ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഞങ്ങൾ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടു. ഇതുപോലെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധി ഇതെല്ലാം ഞാൻ വെച്ചിരുന്നതാണ്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. ഈശോയ്ക്ക് അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഇവർ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ടും, പ്രത്യേകിച്ച് CSI ക്രിസ്ത്യാനാണ്. പക്ഷേ മാതാവിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് കർത്താവിനാണ് കൂടുതൽ പ്രാധാന്യം. ക്രിസ്മസും അതുപോലെ ഈസ്റ്ററും ഒക്കെ വളരെ ആഘോഷമായിട്ട് ആഘോഷിക്കുന്നൊരു ക്രിസ്തീയ കമ്മ്യൂണിറ്റി തന്നെയാണ്. പക്ഷെ അമ്മ മാതാവിന് അത്രമാത്രം പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല. അമ്മയുണ്ട് എന്ന് മാത്രം അറിയാം. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്, അതിനു മുമ്പേ തന്നെ അമ്മ മാതാവിന് പ്രത്യേകമായ ഒരു ഇടപെടൽ തുടക്കത്തോടെ ഉണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഗ്രാജുവലായിട്ട് പതുക്കെ ഈ അമ്മയുടെ പ്രവർത്തനം എന്താണ് ഈ മരിയൻ ഉടമ്പടി, അമ്മയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഈശോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അമ്മ കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് വളരെ പതുക്കെയാണെങ്കിലും ഇവിടെ ഒത്തിരി ബോധ്യങ്ങൾ നൽകി. കാരണം അമ്മ മാതാവ് സമയമെടുത്താണ് ഈ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു ബോധ്യങ്ങൾ നൽകുന്നത്. പെട്ടെന്ന് വരിക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ ഈ അമ്മയെ മനസ്സിലാക്കാനുള്ള ഒത്തിരി അനുഭവങ്ങൾ സുഗന്ധങ്ങളിലൂടെയും മറ്റുമൊക്കെ അനുഭവിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മകനുണ്ടായ അനുഭവം, മകന് ഒരു അഡ്മിഷനെ സംബന്ധിച്ച് ഡോക്ടറായിട്ട് പഠിച്ചു കഴിഞ്ഞ് MBBS കഴിഞ്ഞു. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ, ഒത്തിരി സ്ഥലങ്ങൾ, ഒത്തിരി ഇടങ്ങളിൽ അഡ്മിഷൻ കൊടുത്തിരുന്നു. പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പിന്നീടുള്ളത് വെല്ലൂർ ഹോസ്പിറ്റൽ കിട്ടിയാൽ കൊള്ളാമെന്നും അതും ഒരു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ കിട്ടിയത് അനസ്തേഷ്യ വിഭാഗത്തിലാണ്. പ്രത്യേകിച്ച് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റിൽ ഏത് സീറ്റാണോ കിട്ടുന്നത് ആ സീറ്റ് ഒരിക്കലും മാറത്തില്ല, ഒരിക്കലും മാറാനും പോകുന്നില്ല. കാരണം അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന അതേ പോസ്റ്റ് തന്നെയായിരിക്കും പിന്നീട് അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകും. പിന്നെ അത് പഠിച്ചോണം, അങ്ങനെയാണ് നിയമം, അതാണ് മെഡിക്കൽ ഫീൽഡ് റൂൾസ്, അങ്ങനെയാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ആ റൂള് മാറ്റപ്പെട്ടു. അമ്മ മാതാവ് ഇടപെട്ട് ആ റൂള് മാറ്റി. കാരണം അനസ്തേഷ്യ എടുത്ത വ്യക്തിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നാലും അത് തന്നെയായിരിക്കും, അനസ്തേഷ്യ തന്നെയായിരിക്കും എടുക്കേണ്ടത്. പക്ഷെ അവിടെ അമ്മ മാതാവ് ഇടപെട്ടത് ഈശോയുടെ മുമ്പിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അമ്മയും കൂടെ ചെയ്തത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ മകൻ എന്താണോ ആഗ്രഹിച്ചത്
അനസ്തേഷ്യ മാറിയിട്ട് ഈ മകൻ ആഗ്രഹിച്ച അഡ്മിഷനിലേക്ക് ഈശോ അമ്മയും ഇടപെടുത്തി അത് നടപ്പിലാക്കി കൊടുത്തു എന്നുള്ള. ഒരിക്കലും അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. ഒട്ടും സാധ്യതയില്ലാത്തത് അമ്മ മാതാവ് ഏറ്റെടുത്ത് ഒരു നിയമം മാറ്റിക്കൊണ്ടുവന്ന് അങ്ങനെ ഈ മകൻ അഡ്മിഷൻ കൊടുക്കാനെന്നോണം അങ്ങനെ ഒരു റൂൾസ് അവിടെ കൊണ്ടുവന്ന് ഈ മകൻ ആഗ്രഹിച്ചതുപോലെ ഒരു അഡ്മിഷൻ കിട്ടി. അതുപോലെ നിരവധിയായിട്ട് ഈ ആൻറ്റിക്കും ഈ അമ്മയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അമ്മ വഴിയായിട്ട് മറ്റുള്ളവരെ കാണാനും കേൾക്കാനും മറ്റുള്ളവരുടെ വേദനകളിൽ വചനം പങ്കുവയ്ക്കാനും ഈശോ കൊടുക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നു. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ അമ്മയുടെ സാന്നിധ്യം സുഗന്ധങ്ങളോട് അനുഭവിക്കാൻ കുടുംബത്തിന് സാധിച്ചു. അതേപോലെ തന്നെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അമ്മമാർ പ്രാർത്ഥിച്ചിരുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പ്രാർത്ഥിച്ചു. അതിനോടൊപ്പം തന്നെ ഒരു വലിയ ബോധ്യം കിട്ടിയത് പരിശുദ്ധ അമ്മയും കൂടെ കൂട്ടിച്ചേർത്തു. ഈശോ പിതാവ്, പരിശുദ്ധ അമ്മയുടെ പിതാവ് ദൈവം, അതുപോലെ തന്നെ പുത്രൻ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് ഈ പ്രാർത്ഥന 18 സ്ഥലം വിൽക്കാനുള്ള ആ ശൈലിയിലേക്ക് പോയി പ്രാർത്ഥിച്ചു. അത് വിൽക്കാൻ മാത്രമല്ല, അതുപോലെ പ്ലോട്ടായിട്ട് തിരിക്കാൻ, അതിൻ്റെ മതിലുകൾ കെട്ടാനൊക്കെ സാധിച്ചു. അതോടൊപ്പം അമ്മയോട് പറഞ്ഞ അമ്മയെ എനിക്ക് തിരിച്ചൊരു കുറച്ച് സ്ഥലമെങ്കിലും തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒരു 10 സെൻറ്റെങ്കിലും തരണേന്ന്. ഏകദേശം 20 സെൻറ്റിനടുത്ത് അമ്മ മാതാവ് അത് തിരികെ നൽകുകയും ചെയ്തു. അപ്പോൾ മരിയൻ ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾ, അത് ഏത് വ്യക്തികളായിക്കോട്ടെ, ഏത് വിശ്വാസം ഇല്ലാത്തവരാണോ, അക്രൈസ്തവനാണോ, ഏത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അമ്മ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ബോധ്യതലത്തിലേക്ക് ഈശോയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വരുന്നതിന് അമ്മ ഈശോയെ കാണിച്ചു കൊടുക്കുക മാത്രമല്ല, ഈശോയുടെ അരികിലേക്ക് ഇരുത്തുക മാത്രമല്ല, ഈ അമ്മ തന്നെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുക്കുകയും ചെയ്യും. ഈശോ അമ്മയും കൂടെ ഇറങ്ങി വന്ന് അവർക്ക് വലിയ കൃപകളുടെ ബോധ്യതലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാം തിരുവചനം പറയും, നിങ്ങൾ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് ദൈവം ദാനമായി നൽകിയതാണ്. നമ്മൾ നേടിയെടുത്തല്ല, ദൈവം ദാനമായി നൽകിയതാണ്. അപ്പോൾ ആ ദാനമായ നില കൃപയിലേക്ക് നിറയാനും ഒരു വലിയ ബോധ്യത്തിലേക്ക് നയിക്കാനും മകനെ ഒരു അഡ്മിഷൻ കിട്ടാനും അതുപോലെ സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ ഇടപെടാനും ഒക്കെ സാധിച്ച അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ത്രിത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോ